ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 2025-26 വാർഷിക ബഡ്ജറ്റ് അവതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് നിങ്ങളേവരുടെയും അനുവാദത്തോടെ ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ്. വികസനക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനും ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിഭവങ്ങളുടെയും നേട്ടം സാധാരണ ജനങ്ങൾക്ക് സമമായി ലഭ്യമാക്കുന്നതിനുമുള്ള ഭരണസമിതിയുടെ ലക്ഷ്യപ്രാപ്തിക്കായുള്ള നിർദ്ദേശങ്ങളും അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കൈമാറി കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളിലെയും ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരുടെയും ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ വികസന ക്ഷേമ പദ്ധതികൾ നടത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഈ വാർഷിക ബഡ്ജറ്റ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ഗ്രാന്റുകൾ, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് സംയോജിത പദ്ധതികൾക്കായി ലഭിക്കുന്ന തുക, തനത് വരുമാനം, പൊതുജനങ്ങളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സംഭാവനകൾ എന്നിവ ഉൾപ്പെട്ടതാണ് ഗ്രാമപഞ്ചായത്തിന്റെ ആകെ ഉള്ള വരുമാനം. ഗ്രാമസഭകൾ, ആസൂത്രണ സമിതികൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങി ആസൂത്രണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് അടിയന്തര പ്രാധാന്യമുള്ളവയ്ക്കും സാമൂഹ്യ സാമ്പത്തിക സ്വാധീനമുള്ളവയ്ക്കും പ്രാമുഖ്യം നൽകി വരുന്ന സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉത്പാദന മേഖലയുടെ വികസനം. കാർഷിക മേഖലയിലെ ഉത്പാദന വർധനവിനായി നെൽകൃഷി, പച്ചക്കറി കൃഷി, വാഴകൃഷി, തെങ്ങ്, ചെറുധാന്യങ്ങൾ എന്നിവയുടെ പ്രോത്സാഹനത്തിനായി തുക വകയിരുത്തിയിട്ടുണ്ട്. ക്ഷീര കർഷകരെ സഹായിക്കുന്നതിനും ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. നെൽകൃഷി 71,04,000 രൂപ, തെങ്ങ് കൃഷി 13,10,10,000 രൂപ, പച്ചക്കറി 9,88,890, ചെറുധാന്യ കൃഷി പ്രോത്സാഹനം 1 ലക്ഷം, ക്ഷീര കർഷകർക്ക് ധനസഹായം 16 ലക്ഷം, പ്രത്യേക കന്നുകുട്ടി പരിപാലനം 50 ലക്ഷം, മൃഗസംരക്ഷണ മേഖലയിലെ മറ്റു പ്രവർത്തനങ്ങൾ 13,60,000. കാർഷിക മേഖലയിലെ തൊഴിലാളികളുടെ കുറവിനുള്ള പരിഹാര നിർദ്ദേശമായി ഗ്രീൻ ആർമി മാതൃകയിൽ ലേബർ ബാങ്ക് വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇതിനായി 10 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു. മത്സ്യകൃഷി പ്രോത്സാഹനത്തിനായി വള്ളവും വലയും വാങ്ങുന്നതിന് ധനസഹായം അനുവദിക്കുന്നതിന് 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമായും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് ബഡ്ജറ്റിൽ വകയിരുത്തുന്നതിനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിന് ആനുപാതിക വളർച്ച പ്രതീക്ഷിക്കുന്നു. 15 കോടി രൂപയുടെ പദ്ധതികളാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നതിന് ഉദ്ദേശിക്കുന്നത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 2025-26 വാർഷിക ബഡ്ജറ്റിന്റെ അവതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 4,20,13,052 രൂപ മുൻ നീക്കിയിരിപ്പ് തുക ഉൾപ്പെടെ 49,43,61,652 രൂപ വരവും 49,34,27,175 രൂപ ചെലവും 9,34,477 രൂപ മിച്ച ബഡ്ജറ്റുമാണ് അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയ്ക്കുള്ള വകയിരുത്തൽ 2,33,77,175 രൂപയും സേവന മേഖലയ്ക്കായി 20,17,94,000 രൂപയും പശ്ചാത്തല മേഖലയ്ക്കായി 3,57,00,000 രൂപയും വകയിരുത്തിയിരിക്കുന്നു. കാർഷിക മേഖലയിലെ ഉൽപാദന വർധനവിനായി നെൽകൃഷിക്കായി 71,40,000, തെങ്ങ് കൃഷിക്കായി 13,10,000 രൂപയും പച്ചക്കറിക്ക് 9,88,890 രൂപയും ചെറുധാന്യ കൃഷി പ്രോത്സാഹനത്തിന് 10 ലക്ഷവും ക്ഷീരകർഷകർക്ക് ധനസഹായത്തിനായി 16 ലക്ഷം രൂപയും പ്രത്യേക കന്നുകുട്ടി പരിപാലനത്തിന് 50 ലക്ഷം രൂപയും വകയിരുത്തിയിരിക്കുന്നു. മൃഗസംരക്ഷണ മേഖലയിലെ മറ്റ് പ്രവർത്തനങ്ങൾക്കായി 13,60,000, മത്സ്യകൃഷി പ്രോത്സാഹനത്തിനായി വളവും വലയും വാങ്ങുന്നതിന് ധനസഹായം നൽകാൻ 10 ലക്ഷം രൂപയും കുടിവെള്ളം, ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയിലെ പ്രധാന വകയിരുത്തലുകൾക്കായി കുടിവെള്ളത്തിന് 40 ലക്ഷം രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണത്തിനായി 20 ലക്ഷം രൂപയുമാണ് നീക്കിയിരിപ്പ്.
മരുന്ന് വാങ്ങുന്നതിനായി 30,88,500 രൂപയും വനിതാക്ഷേമ പ്രവർത്തനത്തിനും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമായി ബഡ്ജറ്റിൽ വിവിധ തൊഴിൽ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിനുൾപ്പെടെ 52,60 ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. വയോജനങ്ങളുടെ ക്ഷേമത്തിനും മറ്റ് സൗകര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുമായി വിവിധ പദ്ധതികളുടെ തുടർച്ചയ്ക്കായി 23,43,750 രൂപയും പട്ടികജാതി ക്ഷേമത്തിനുള്ള പ്രത്യേക പരിപാടികൾക്കായി 2,81,82,500 രൂപയും പട്ടികവർഗ ക്ഷേമ പ്രത്യേക പരിപാടികൾക്കായി 1,51,06,750 രൂപയും ബഡ് സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് 1,15 ലക്ഷം രൂപയും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായുള്ള പരിപാടികൾക്ക് 22 ലക്ഷം രൂപയുമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, സംസ്ഥാന ആവിഷ്കൃത പദ്ധതികൾ, നോൺ പ്ലാൻ ചെലവുകൾക്കായി 11 കോടി രൂപയുമാണ്. ലൈഫ് മിഷൻ പദ്ധതിക്കായി 3,60 ലക്ഷം രൂപ, ഭവന പുനരുദ്ധാരണത്തിന് 1,25 ലക്ഷം രൂപയും ഭവന പദ്ധതിക്കായി 50 ലക്ഷം രൂപയുമാണ്. കളിയാണ് ലഹരി പഴയന്നൂർ സ്കൂൾ ഗ്രൗണ്ട് സിന്തറ്റിക് ഗ്രൗണ്ട് ആക്കി മാറ്റുന്നതിനായി 50 ലക്ഷം രൂപയും എളനാട് കളിസ്ഥലത്തിന്റെ പുനരുദ്ധാരണത്തിനായി 25 കോടി രൂപയുമാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ, വാർഡ് മെമ്പർമാരായ സൗഭാഗ്യവതി, യശോദ, അസീസ്, സുധീഷ്, സ്വയംപ്രഭ, അബ്ദുള്ള, ഹംസ, എ കെ ലത, ബേബി വി, നീതു കെ പി, ബാബു, ശ്രീകുമാർ സി, രമ്യ, പ്രേമ, ജയപ്രകാശ് കെ, ഷക്കീർ കെ എം, രാധിക സി, പ്രദീപ്, കൃഷ്ണൻകുട്ടി വി, സുജ എസ്, രാധ തുടങ്ങിയവരും ബഡ്ജറ്റ് അവതരണ വേളയിൽ സന്നിഹിതരായിരുന്നു. അംഗൻവാടി കുട്ടികൾക്കും അതുപോലെ തന്നെ അംഗൻവാടി കെട്ടിടങ്ങൾക്കുമെല്ലാം സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് കൂടിയാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഇതിൽ വളരെ പ്രത്യേകതയുള്ള ഈ ബഡ്ജറ്റിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫ് മിഷനിൽ നമ്മൾ ഏതാണ്ട് 3,60 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. അത് ഈ ബഡ്ജറ്റിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. നമ്മൾക്കറിയാം, ഇവിടെ വീടില്ലാത്ത അല്ലെങ്കിൽ കിണമില്ലാത്ത അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടക്കാത്ത ഒട്ടനവധി വീടുകളുള്ള ഈ ഗ്രാമപഞ്ചായത്ത് ഈ തുക വളരെ അനുകൂലമായിരിക്കും. അത് പാവപ്പെട്ട ഒട്ടനവധി ആളുകളുടെ വീട് നിർമ്മാണത്തിന് ഉപകരിക്കുമെന്നുള്ളതുകൊണ്ട് ഈ ബഡ്ജറ്റ് അതിന് അനുയോജ്യമായിരിക്കും. അധികം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഈ പഞ്ചായത്തിന്റെ അഭിമാനമാണ് എന്ന് അതുപോലെ തന്നെ ജീവിത മേഖല നമ്മൾ പറയുമ്പോൾ മീൻപിടുത്തക്കാർ മീൻപിടുത്തക്കാരുണ്ടാകും. ഉൾഗ്രാമത്തെ മത്സ്യബന്ധക്കാർ അവർക്ക് സത്യം പറഞ്ഞാൽ കടലോരങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ നല്ല അനുഭവം. ജനങ്ങളുടെ സഹകരണം അതിനേക്കാൾ കൂടുതലുണ്ട്. ഈ പഞ്ചായത്ത് വന്നതിന് ശേഷം ഇവിടെ എന്തെങ്കിലും വിഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഭവമൊക്കെ 22 വാർഡുകൾക്കും തുല്യമായി പങ്കുവച്ചിട്ടുള്ള ആളുകളാണ്. പല ഇടതുപക്ഷ ഭരണ പഞ്ചായത്തുകളിൽ ആക്ഷേപം അതാണ്, ഭരണകക്ഷിക്കാരെല്ലാം പങ്കിട്ടെടുക്കും. ഇവിടെ ഓരോ വാർഡിൻ്റെയും വികസന പ്രവർത്തനങ്ങളുടെ എണ്ണം നോക്കിയാൽ പ്രതിപക്ഷമെന്നോ പിന്നെ ഭരണപക്ഷമെന്നോ നോക്കാതെ ഭരണസമിതി എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഞാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ പഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് ആരുടെ മുന്നിലും സധൈര്യം പറയാൻ കഴിയില്ല. നമുക്ക് തന്നെ അറിയാലോ, കേരള സംസ്ഥാനത്ത് ഏറ്റവും വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട പരിപാടിയായിട്ട് വന്നത് ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയാണ്. കേരളത്തിൽ അത് ഏറ്റെടുക്കാത്ത ഒരേ ഒരു പഞ്ചായത്ത് അത് നട്ടല് കാണിച്ചത് പഴയന്നൂർക്കാരാണ്, പഴയന്നൂർ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരൊറ്റ റോഡ് കുത്തിപ്പൊളിച്ച് സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥിതിവിശേഷം ഇല്ല. ഇന്ന് ഏത് തൊട്ടടുത്ത പഞ്ചായത്തുകളെ ഇടതുപക്ഷത്തിന് മന്ത്രി നേരിട്ട് സംഭാവനകൾ കൊടുക്കുന്ന പഞ്ചായത്തുകളിൽ പോയി നോക്കിയാലും ഇവിടുത്തെ പോലെ ഗ്രാമീണ റോഡുകൾ ഇത്രയും ഭംഗിയായി എല്ലാ കൊല്ലവും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ഒരു പഞ്ചായത്തും വേറെ ഉണ്ടാവില്ല. അത് അനുഭവിച്ച ആളുകളാണ്, വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കൊഞ്ഞനം കാണിക്കുന്നത്. ചില ആളുകൾക്ക് സത്യസന്ധമായി പറയാൻ അറിയാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടും പറയാം എന്നുള്ളത് കഴിഞ്ഞ് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് കാതലായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. CCV ന്യൂസ്, പഴയന്നൂർ.